പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ മക്കളെ, ഒരു പുതിയ ദിനം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 10-ാം വാക്യമാണ്. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കാം. ഇന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, എനിക്ക് ഉറങ്ങണം, എൻ്റെ ഉറക്കം മുഴുത്തില്ല, നന്നായിട്ട് ഉറങ്ങാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, 6-ാം അധ്യായം 6-ാം വാക്യം മുതൽ പറയുകയാണ്, മടിയാ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? ഹല്ലേലൂയ. നമ്മോട് തന്നെ നാം ഒന്ന് ചോദിച്ചു നോക്കുക, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ എഴുന്നേൽക്കും? ഹല്ലേലൂയ. പല സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും, ഹല്ലേലൂയ, കാണുമ്പോഴും അറിയുമ്പോഴും ഒക്കെ നാം അങ്ങ് ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഇന്ന് ഹല്ലേലൂയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നതും ദൈവിക പരമായിട്ട് ഹല്ലേലൂയ, അതായത് ബൈബിളിലൂടെ ഹല്ലേലൂയ ചില ഉറക്കത്തിൽ വീണുപോയ ജീവിതങ്ങളെ കുറിച്ച് പറയുവാനാ. ഹല്ലേലൂയ. അത് വിവിധ തലത്തിലെ വിവിധ വ്യക്തികളിൽ എങ്ങനെയായിരുന്നു ഉറക്കം എന്നുള്ളതിനെ പറ്റി ഇന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ജഡമോഹത്തിൽ ശിംശോനായി തീർന്ന്, ഹല്ലേലൂയ, ആ ജഡമോഹത്തിൽ ശിംശോൻ ഉറങ്ങിപ്പോയതായിട്ട് നമുക്ക് ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ പ്രിയ മക്കളെ, ദൈവനിർദ്ദേശം അനുസരിക്കാതെ അതിനെ അവഗണിച്ചാണ് ശിംശോൻ ദലീലയുടെ അടുത്ത് ചെല്ലുന്നത്. അത് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിഗ്രഹാരാധനയിലും ദുർനടപ്പുകാരായ ജനങ്ങളുമായി ഒത്തുതീർപ്പിലെത്തുന്നത് ഒരുവന്റെ ജീവിതത്തെ സാത്താന്റെ ശക്തിയിലേക്കും വഞ്ചനയിലേക്കും അന്തിമ നാശത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കുവാൻ ശിംശോൻ ഹല്ലേലൂയ പരാജയപ്പെടുകയാണ്. 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. നോക്കൂ, പലപ്പോഴും നമ്മളും ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ. ഹല്ലേലൂയ. പാപത്തിൻ്റെ, അതായത് അധാർമിക സ്വഭാവം, പാപമൊക്കെ കടന്നു വന്നാൽ ദൈവം അവരോട് ഉണ്ടായിരിക്കുമെന്ന് പലരും അങ്ങ് ചിന്തിക്കുക. പക്ഷേ ശിംശോന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നും യഹോവ അവനെ വിട്ടുമാറി. അതുപോലെ പ്രിയ മക്കളെ, പലപ്പോഴും ദൈവം ഹല്ലേലൂയ കണ്ണടച്ചു മാറി നിൽക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എൻ്റെ സന്നിധിയിൽ വരട്ടെ എന്ന് പറഞ്ഞ് പല താക്കീതുകളും നമുക്ക് തരും. എങ്കിലും ഹല്ലേലൂയ അതിൽ നിന്ന് പിന്നെ ആ പാപത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, ഹല്ലേലൂയ, നോക്കൂ, ഇവിടെ പറയാന്നേ, പാപത്തിൽ കഴിയുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും അവർ അറിയാതെ തന്നെ അവരെ യഹോവ വിട്ടുമാറിപ്പോകുമെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു വചനമായത്. ഹല്ലേലൂയ. ജഡീക ചിന്തയിൽ ഉറങ്ങുന്നവർ ഇതുപോലെയാണ്. അടുത്തതായിട്ട് നോക്കൂ, ഏലിയാവിനെ കാണാം നിരാശയിൽ കിടന്നുറങ്ങുന്നതായിട്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നോക്കൂ, 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുക. യഹോവേ, ഹല്ലേലൂയ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അതായത് അവൻ ഹല്ലേലൂയ ഒരു ഇസബേലിനെ പേടിച്ച് കിടന്നുറങ്ങിയ പ്രിയ മക്കളെ, ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ മറ്റുള്ള വ്യക്തികളെ കണ്ട് ഓടിപ്പോവാനുള്ളവനല്ല. അതുകൊണ്ടാ ദൈവഭാഗത്തേക്ക്, മാനസാന്തരത്തിലേക്ക് അനേകരെ കൊണ്ടുവരേണ്ടത് യഹോവയ്ക്ക് നമ്മളെക്കുറിച്ച് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഉറപ്പുണ്ട്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്,
നിന്നെ എടുത്ത് നീ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ, അല്ലെങ്കിൽ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ് ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുവാൻ ഉള്ളവനല്ല. ഏലിയാവേ, നീ എഴുന്നേറ്റ് തിന്ന് ഇനിയും നീയും വേലേണ്ടത് ചെയ്യണം. ഇതുപോലെ ഇന്ന് പ്രിയ മക്കളെ, നിരാശയിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, നീ നിരാശയിലിരിക്കുവാനുള്ളവനല്ല, എൻ്റെ വേല ചെയ്യുവാനുള്ളവനാ. ഹല്ലേലൂയ. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അടുത്ത വാക്യം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. പ്രിയ മക്കളെ, നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവരാ. നിരാശയിൽ ജഡമുഖത്തിലൊക്കെ കിടന്നു ഉറങ്ങുവാനുള്ളവരല്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് യോനയെ നോക്കൂ, പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നുപോയതായിട്ട് യോനയുടെ പുസ്തകം 1:5 പറയുന്നുണ്ട്, കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിനവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. നോക്കൂ പ്രിയ മക്കളെ, കപ്പലിൽ ഉള്ളവർ എല്ലാവരും അവരുടെ ജീവൻ അപകടത്തിലായതിനാൽ പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ നോക്കൂ സുഖമായി കപ്പലിൻ്റെ അടിത്തട്ടി കിടന്നുറങ്ങുക. ഇന്ന് ഇതേപോലെ ഹല്ലേലൂയ ചുറ്റുപാടിൽ നടക്കുന്ന ഒന്നും അറിയാതെ ഹല്ലേലൂയ ഇന്ന് കിടന്ന് ഉറങ്ങുന്ന അനേക ആത്മീയ മക്കളുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്ന എന്താ? നിങ്ങളിങ്ങനെ ഉറങ്ങിക്കിടക്കുവാനല്ല, നിങ്ങൾ ഇറങ്ങി ഹല്ലേലൂയ ഇറങ്ങണം. നിങ്ങൾ ഉറക്കം ഉണർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇറങ്ങി മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. ഉറക്കത്തിൽ കിടക്കുന്നവരെ ഉണർത്തിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പോകുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ സഞ്ചരിക്കേണ്ടവരാ. ഹല്ലേലൂയ. അല്ലാതെ നടക്കുന്നവരാ ഈ പിന്മാറ്റ അവസ്ഥയിലൊക്കെ പോകുന്നത്. യോന എന്താ അനുസരിക്കാതെ, കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് പോയി. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അനുസരിക്കാതെ നടക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ നാശം തന്നെയാണ് സംഭവിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കാത്തിരിപ്പിൽ ഉറങ്ങിയ കന്യകമാരെ കുറിച്ച്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഉറക്കത്തിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരുന്നത് എപ്പോഴെന്ന് നമ്മൾ അറിയായി കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അത് ശിഷ്യന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തില് 37 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് അല്പനേരമെങ്കിലും എന്നോട് കൂടെ ഉറക്കമുണർന്ന് ഇരിക്കുവാൻ കഴിഞ്ഞില്ലയോ? ഹല്ലേലൂയ. പലപ്പോഴും നാം ഉറങ്ങിപ്പോവുകയാണ് പ്രിയ മക്കളെ. നാം ഇന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലനെ കാണാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം വാക്യത്തിൽ നോക്കൂ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഉറങ്ങുന്ന ഒരു പത്രോസിനെ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, 12-6 പറയുന്നുണ്ട്, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ചങ്ങല ധരിച്ചു കിടന്നുറങ്ങുന്ന പത്രോസ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഉറക്കം കൊടുക്കേണ്ടവർക്ക് ഉറക്കം കൊടുക്കും, ഉണർത്തേണ്ടുന്നവരെ ഉണർത്തും. ഹല്ലേലൂയ. നോക്കൂ, യൂത്തിക്കോസ് ആരാധനാ മധ്യയിൽ ഹല്ലേലൂയ ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ചത്. ഹല്ലേലൂയ. അതും അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 8-9 വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ആത്മീയത്തിൽ ഹല്ലേലൂയ ഉറങ്ങിക്കിടക്കുകയാണ്. പ്രിയ മക്കളെ, നമ്മൾ ഉറങ്ങിക്കിടക്കുവാനുള്ളവരല്ല. ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ മറ്റുള്ളവരെ ഉണർത്തേണ്ടവരാ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. ഇന്ന് ഈ അവസ്ഥകളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു ദൈവ പൈതലിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നാം ഉറങ്ങിക്കിടക്കാതെ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധി നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുന്നവരായി
മറ്റുള്ളവരെ യേശുവപ്പന് വേണ്ടി നേടുന്നവരായി തീരണം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും ഉറക്കത്തിൽ കിടക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ജഡീക ചിന്തകളൊക്കെ വിട്ട്, നിരാശകളൊക്കെ വിട്ട് ഹല്ലേലൂയ എല്ലാം കർത്താവിന് ഗിതമില്ലാത്ത പ്രവൃത്തികളെല്ലാം വിട്ട് ദൈവസന്നിധി ഉണർന്നു പ്രവർത്തിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ ഒരു ഉണർവിൻ്റെ ദിനമായി തീരുവാൻ ദൈവം സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.